ദേവുട്ടി, ദേവുട്ടി, ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് എനിക്കറിയാം. എൻ്റെ വകയായിട്ട് പിറന്നാളാശംസകൾ അറിയിക്കാൻ ഞാൻ ഈ ഒരു നല്ല ദിവസത്തിൽ നിന്റെ മുന്നിൽ വെറുമൊരു അന്യനെ പോലെ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ദേവുട്ടിയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ എല്ലാത്തിനും ഞാൻ വിട്ടു നിൽക്കുന്നത്. അവരെല്ലാവരും തിരിച്ചുപോയി. ഇപ്പോ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അമ്മയ്ക്കൊപ്പം പോവാമായിരുന്നു, പക്ഷേ തോന്നിയില്ല. ഒപ്പം ചെല്ലാത്തതിന് അമ്മയ്ക്ക് സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടം ഒരിക്കലും എൻ്റെ സങ്കടത്തിന് മീതെ ആവില്ലല്ലോ ദേവുട്ടി. ഒരുപക്ഷെ ഞാൻ ആവശ്യപ്പെട്ട സമയത്ത് അമ്മ നിന്റെ മോതിരം തിരിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്കൊപ്പം പോവായിരുന്നു. ആ മോതിരം തക്ക സമയത്ത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്റെ വിധി അല്ല, നമ്മുടെ വിധി മറ്റൊന്നാവുമായിരുന്നു. ഒക്കെ ആലോചിച്ചപ്പോൾ സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാ ഞാൻ പോകാതിരുന്നത്. സാരമില്ല, ചിലപ്പോ മൂകാംബിയമ്മ നമ്മൾ ഒന്നിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നീ മറ്റൊരാളുടേതായെന്ന് ഉറപ്പാകും വരെ ഞാൻ മൂകാംബിയമ്മയുടെ ഈ മണ്ണ് വിട്ട് എങ്ങോട്ടും പോയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എന്താവും ചെയ്യാന്ന് എനിക്കറിയില്ല. എന്തായാലും നീ മറ്റൊരാളുടേതായി തീർന്നെന്ന് എൻ്റെ മനസ്സിന് ബോധ്യപ്പെടും വരെ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ദേവുട്ടി. ഒരിക്കൽ കൂടി എൻ്റെ വക പിറന്നാളാശംസകൾ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ശ്രീകലാമ്മേ. കുടുംബത്തിൽ തക്കതായ എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. അതെന്താന്നറിയാൻ നിർവാഹമില്ലേ പണിക്കർ സാറേ? അതാ ഞാനും നോക്കുന്നത്. പക്ഷെ ആരോടും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല.